അപ്പൊ ചങ്ങായിമാരെ, ടേസ്റ്റി എഫ്സിലേക്ക് സ്വാഗതം. ഇന്ന് മലബാർ സ്റ്റൈലില് അയല കുറുക്കി തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് 3 പീസ് അയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അയല നമുക്കൊന്ന് വരങ്ങിയെടുക്കണം. കറിക്ക് നമുക്ക് 2 തക്കാളി ചെറുത് വേണം, വലുതാണെങ്കിൽ 1 മതി പഴുത്തത്. 10 അല്ലി വെള്ളുള്ളി വേണം, 3 പച്ചമുളക് വേണം, വലിയ കഷ്ണം ഒരു ഇഞ്ചി വേണം, ഒരു 8 പീസ് ചെറിയ ഉള്ളിയും വേണം. അരക്കൈപ്പിടി സാദാ പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെള്ളുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. കറിക്ക് വേണ്ടി അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. നമുക്കിനി തേങ്ങ അരക്കണം. തേങ്ങ അരക്കുമ്പോൾ തന്നെ ഞാൻ പൊടികൾ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങ അരക്കുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ഉള്ളിയുടെ പീസും ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ പകുതി കശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഈ മല്ലിപ്പൊടി ചേർക്കുന്നത് കറി ഒന്ന് നല്ലപോലെ കുറുകാനാണ്. തക്കാളി വഴറ്റിയാലും മല്ലിപ്പൊടി ചേർത്താലും കറി നല്ല കുറുകി വരും. തേങ്ങ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തേങ്ങ നല്ല വെണ്ണ പോലെ നിങ്ങൾ അരച്ചെടുക്കണം. കടായി വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും ഒന്ന് പൊട്ടിക്കാം. ഉലുവ പണ്ട് പറയും ഈ മീൻകറി കൂട്ടുമ്പം വയറ്റിന് ദഹനക്കേടുണ്ടാവും, അതുകൊണ്ട് ചേർക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് വെള്ളുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർക്കണം. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴറ്റണം, എന്നാലേ കറി കുറുകത്തുള്ളൂ. പിന്നെ നമുക്ക് പുളിവെള്ളം ചേർക്കാം, അല്ലെങ്കിൽ പുളി ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് അരച്ചു വെച്ച തേങ്ങ നമുക്കതിലേക്ക് ചേർക്കാം. തേങ്ങ ഞാൻ നല്ലപോലെ ഒരു തരിയുമില്ലാതെ അരച്ചെടുത്തത് കൊണ്ട് തേങ്ങ വെണ്ണ പോലെ, കറി കണ്ടില്ല നിങ്ങൾ, വെണ്ണ പോലെ കിടക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അയല ചേർത്ത് കൊടുക്കണം. അയല ചേർത്ത് അയല വേവെത്തുമ്പോൾ ചട്ടി ഒന്ന് ചുഴറ്റുക. അതിനുശേഷം ശകലം വെളിച്ചെണ്ണയും കുറച്ച് മല്ലിച്ചപ്പും കറിയിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടവർ മാത്രം ചാനൽ ഒന്ന് സബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് ഞാൻ വരും വരെ, till then live well, live long. ടാറ്റാ.